തൻ്റെ 21ാമത്തെ വയസ്സ് മുതൽ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരമ്മ. ആ അമ്മ ഇന്ന് കേരളക്കരയുടെ മൊത്തത്തിൽ അമ്മയാണ്, കവിയൂർ പൊന്നമ്മ. സത്യത്തിൽ ഇവരെ ഞാൻ ഒരിക്കൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത്. അന്ന് സ്കൂളിൻ്റെ അടുത്തൊരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ വരികയും അവരെ കണ്ടപ്പോൾ നമുക്ക് സ്വന്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലാണ് എനിക്ക് അവരോട് തോന്നിയ അറ്റാച്ച്മെൻറ്റ്. നമ്മുടെ സ്വന്തം വീട്ടിലെ അമ്മ, അങ്ങനെയാണ് തോന്നിയത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ സിനിമകളിൽ കാണുമ്പോൾ ഇവരുടെ ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ഇവരഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ അമ്മ വേഷമാണ്. അതിപ്പോൾ പഴയകാല നടന്മാരായിട്ടുള്ള സത്യനും നസീറും വരെയും അവരുടെ അമ്മയായിട്ട് വരെയും 21ാമത്തെ വയസ്സിൽ കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുൻനിര നായകന്മാരായിട്ടുള്ള മമ്മൂട്ടി ആവട്ടെ, മോഹൻലാൽ, ദിലീപ്, എല്ലാവരും, അതുപോലെ പൃഥ്വിരാജ് അടക്കം നന്ദൻ എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ ഒരുപാട് സിനിമകളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നായകന്മാർ അവരുടെ എല്ലാം അമ്മയായിട്ട് അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ കയറിയ അമ്മയാണ് കവിയൂർ പൊന്നമ്മ. അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ നല്ലൊരു ഭാഗം അവർ ഒരുപാട് സിനിമകൾ ചെയ്തു. അവസാനം അവർ എന്തിനു വേണ്ടിയായിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. കാരണം അവരുമായിട്ട് ഭർത്താവോ അല്ലെങ്കിൽ അവരുടെ മകളോ ഒരു രീതിയിലും ഒത്ത് അല്ല പോയിരുന്നത്. ആദ്യം ഭർത്താവുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവരെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. പക്ഷേ അവസാനം അവർ മാറി താമസിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. പക്ഷേ ഈ ഭർത്താവിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇവർ തന്നെയാണ് അയാൾക്ക് തുണയായിട്ടുണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അയാളുടെ സംസാരശേഷി വരെ നഷ്ടപ്പെട്ട സമയം ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ പോലും കവിയൂർ പൊന്നമ്മയാണ് സ്വന്തം ഭർത്താവിനെ നോക്കിയത്. അത് അവരുടെ ഉത്തരവാദിത്തമായിട്ടാണ് അവരതിനെ കണ്ടതും. അവരെ ഇതിനു മുന്നേ ദ്രോഹിച്ച കാര്യങ്ങളോ ഒന്നും അവർ മനസ്സിൽ വെച്ചിട്ട് പെരുമാറിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ മകളുടെ കാര്യം പറയുകയാണെങ്കിൽ, മകള് ഒരുപാട് ആരോപണങ്ങൾ അമ്മയ്ക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറുപ്പകാലത്ത് ഒരുപാട് അവഗണന മകൾക്ക് നേരിട്ടിട്ടുണ്ട്, മകളെ നോക്കിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പല ഇൻ്റർവ്യൂകളിലും അവരുടെ മകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ മകൾ നിലവിൽ അമേരിക്കയിലാണ്. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അവർ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യമാണ് മകൾ ചിന്തിക്കാതിരുന്നത്. അവർക്ക് വേണ്ടി തന്നെയല്ലേ അവരിതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ മകൾ അങ്ങനെ പറഞ്ഞ കാര്യം കവിയൂർ പൊന്നമ്മയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒരു പക്ഷേ ശരിയായിരിക്കാം, പക്ഷേ അവളെയും കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അതാണ് യഥാർത്ഥ അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ ഒരിക്കലും എത്ര തെറ്റ് ചെയ്താലും മക്കളെ ഒരിക്കലും തള്ളിപ്പറയാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അത് സിനിമയായാലും ശരി, ജീവിതമായാലും ശരി, അതാണ് അമ്മ. പക്ഷേ മകളുടെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടി പറയണം. കഴിഞ്ഞ ഒരു 3 മാസക്കാലമായിട്ട് അവർ ഇവിടെയുണ്ട്, നാട്ടിലുണ്ടായിരുന്നു. അവരാണ് അമ്മയെ നോക്കിയതെല്ലാം. ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നാണ് അവർ തിരിച്ചു പോയതും. അപ്പോഴാണ് ഇവരുടെ അവസ്ഥ വളരെ മോശമാവുകയും ഇങ്ങനൊരു സംഭവിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഭർത്താവായാലും മകളായാലും മകനായാലും കുടുംബം എന്നാൽ ഇവരുടെ ഒരു കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവർക്കും ഉണ്ടാവും ഒരുപാട് സന്തോഷങ്ങളും അവർ വിട്ടുവീഴ്ചകൾ ഒരുപാട് അവരും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടത് എന്നൊരു ചോദ്യം അവസാന നിമിഷത്തിലെങ്കിലും ആ പാവം അമ്മയ്ക്ക് തോന്നിക്കാണൂലേ. ഞാൻ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്? സ്വന്തം ഭർത്താവ്, അതുപോലെ സ്വന്തം മകൾ, എല്ലാവരും തന്നെ തള്ളിപ്പറയുന്നു. അപ്പോൾ ഞാൻ എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടു? ഞാൻ ഇവർക്ക് വേണ്ടിയല്ല കഷ്ടപ്പെട്ടത്. ഇത് ഓരോ മാതാപിതാക്കൾക്കും ഉള്ളൊരു ചോദ്യമാണ്, അവരോടുള്ളൊരു ചോദ്യമാണ്. കാരണം
നമ്മളിപ്പോൾ ഞാനടക്കമുള്ള എല്ലാവരും നമ്മളെന്തിനാണ് കഷ്ടപ്പെടുന്നത്? നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി, നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, യാതനകൾ അവരനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും കഷ്ടപ്പെടുന്നത്. ശരിയല്ലേ? പക്ഷേ നാളെ ഒരു സമയത്ത് ഈ മക്കൾ നമ്മളെ തള്ളി പറയുമ്പോൾ എന്തായിരിക്കും നമ്മുടെ അപ്പോഴത്തെ അവസ്ഥ? നമ്മൾ അത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടതിന് ഒരു വിലയും തരാത്ത രീതിയിലായി പോവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നവും. അവരുടെ ഒരു വാക്ക് മതിയാവും, നമ്മുടെ സ്വന്തം മക്കളുടെ ഒരു വാക്ക് മതിയാവും. നമ്മൾ ആ കഷ്ടപ്പെട്ട് അത്രയും കാലം അവരെ നോക്കിയതിന് അവർ നൽകുന്ന കൂലി, നിങ്ങൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാ കഷ്ടപ്പെട്ടതിന് യാതൊരുവിധ വിലയുമില്ല. അതുകൊണ്ട് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും മക്കളുണ്ട്. അപ്പം മക്കളെ നമ്മൾ അതേ രീതിയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ മക്കളോടുകൂടെ ജീവിക്കുക. എങ്കിൽ നാളെ നമുക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കും. അതാണ് പറയാനുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത്രയും കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന മലയാളത്തിൻ്റെ സ്വന്തം അമ്മ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാവർക്കും ദുഃഖമുള്ളൊരു കാര്യമാണ്. ഇനി ആ ഒരു ചിരിയില്ല. അപ്പോൾ എല്ലാവരും ഇത് ജീവിതത്തിലൊരു പാഠമായിട്ട് എടുക്കുക.